നാട്ടിൽ മൊത്തം മാങ്ങാ സീസൺ ആണല്ലോ. എല്ലാവരും മാങ്ങയൊക്കെ അച്ചാറിട്ടോ. ഞാനിന്ന് കുറച്ച് മാങ്ങ അച്ചാറിടാന്ന് വിചാരിച്ചു. എനിക്കിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ട് അച്ചാറ് പലതരത്തിൽ ഇടാലോ അല്ലേ. ഇത് കട്ടുമാങ്ങ, ചെത്തുമാങ്ങ, കടുമാങ്ങ, കണ്ണിമാങ്ങ അങ്ങനെ. ഈ മാങ്ങ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തൊണ്ടി എത്താതെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അച്ചാറിടാൻ ഉദ്ദേശിച്ചത്. മാങ്ങ അരിഞ്ഞത് അപ്പം തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ തന്നെയാണ് ശരിക്കും മാങ്ങാച്ചാർ ഇടണേന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ഇടണേ. നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് ഇട്ടു. കറിവേപ്പിലേക്ക് ഇറങ്ങോട്ടെ. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. എന്നിട്ട് അത് ഇതായി വരുമ്പോൾ നമ്മൾ പാകത്തിനുള്ള മുളക് പൊടി ചേർക്കുക. എൻ്റെ മുളക് പൊടിക്ക് ഇച്ചിരി നിറം കുറവാട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വിനാഗിരി വേണമെങ്കിൽ ചേർക്കാതെ ഇടാം മാങ്ങാച്ചാറിൽ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കായപ്പൊടി നല്ലോണം ചേർക്കണം കേട്ടോ. എന്നിട്ട് അത് നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കണം. സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെച്ചിട്ടേ മാങ്ങ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ മാങ്ങ വെന്തു. നല്ല കളറുള്ള മുളക് പൊടിയാണെങ്കിൽ നല്ല നിറത്തിൽ